ആദ്യമേ തന്നെ അമ്മ മാതാവിനും തിരുകുമാരനും ഒരുപാട് കോടി നന്ദി പറയുന്നു. എനിക്കിവിടെ സാക്ഷ്യം പറയാൻ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ബെറ്റ്സി, ഇതെൻ്റെ അമ്മ ബീന, എൻ്റെ അനിയത്തി ബെറ്റി. ഞങ്ങൾ വരുന്നത് മുളന്തുരുത്തിയിൽ നിന്നാണ്. ഞങ്ങൾ ഓർത്തഡോക്സ് സഭ വിശ്വാസികളാണ്. ഞാനിവിടെ ആദ്യം തന്നെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ന്യൂസിലൻഡിൽ ക്യാപ്പ് എന്ന കോഴ്സ്, നേഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടി ക്യാപ്പ് എന്ന കോഴ്സ് ചെയ്യാൻ പോയതിൻ്റെ അതിനെ തുടർന്ന് എനിക്ക് ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ക്യാപ്പ് കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ലാപ്ടോപ്പ്, അവിടെ ക്യാപ്പ് കോഴ്സ് ചെയ്യുന്നതിന് ഏറ്റവും അത്യാവശ്യമായ സാധനമാണ് ലാപ്ടോപ്പ്. അതിൻ്റെ ഇടയിൽ വെച്ച് തന്നെ എൻ്റെ ലാപ്ടോപ്പ് അത് പൊളിഞ്ഞു പോവുകയും എനിക്ക് അതിലൊന്ന് തുറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് ആദ്യമേ അമ്മേനോട് പറഞ്ഞു. ആദ്യമേ വിചാരിച്ചു വീട്ടുകാരോട് പറയണ്ട, വിഷമിക്കും എന്ന്. പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അതുപോലെ വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കുകയും ഞാനും പ്രാർത്ഥിക്കുകയും അതുപോലെ വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കുരിശ് വരച്ചതിനെ തുടർന്ന് എനിക്ക് ലാപ്ടോപ്പിന് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തുറക്കാൻ പറ്റുകയും എനിക്ക് എൻ്റെ അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയും എൻ്റെ കോഴ്സ് ക്യാപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. അതിനെ തുടർന്ന് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് കുറച്ച് സമയമെടുത്തായിരുന്നു. എനിക്ക് രജിസ്ട്രേഷൻ എന്ത് ചെയ്താൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ അമ്മയും അനിയത്തിയും എനിക്ക് വേണ്ടി ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും അതിനെ തുടർന്ന് എനിക്ക് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടുകയും അത് കഴിഞ്ഞ് എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി ഇപ്പോൾ അവിടെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലായാലും ജോലി കിട്ടുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ ആരെയും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഞാനും എല്ലാം അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും മുമ്പ് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒന്നുകിൽ സാക്ഷ്യം അല്ലെങ്കിൽ അച്ഛൻ്റെ ടോക്ക്, ഏതെങ്കിലും ഒരെണ്ണം ഞാൻ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ വിശുദ്ധ തൈലം പുരട്ടുകയും അതുപോലെ തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യണേക്കാട്ടും മുമ്പ് എൻ്റെ കാശിരൂപം അതിൽ മുത്തുകയും ചെയ്യും. അങ്ങനെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ 2 ഇൻ്റർവ്യൂ വന്നായിരുന്നു. അതിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് 2 ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. എനിക്ക് ഈ 2 അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ മാത്രം എനിക്ക് അറ്റൻഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ട. അങ്ങനെ എനിക്ക് 2 ഇൻ്റർവ്യൂ വന്നതിൽ ഒരു ഇൻ്റർവ്യൂ മാറിപ്പോവുകയും എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതെനിക്ക് കിട്ടുകയും ചെയ്തു. സാധാരണ എല്ലാവർക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒന്നുകിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. പക്ഷേ അമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട്, അതുപോലെ തന്നെ എന്നെ ഒരുപാട് ടെൻഷൻ അടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കും എൻ്റെ അമ്മ മാതാവ് അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് റിസൾട്ട് വരികയും ഞാൻ അതിൽ പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് വിസ പ്രോസസ്സിന് വേണ്ടി കുറേ ഡിലേ ആയി. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയോട് വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്കൊരു 4 മാസം ആയിട്ടും എനിക്ക് എന്ത് ചെയ്ത വിസയുടെ പ്രോസസ്സ് ആവുന്നില്ല. അത് കഴിഞ്ഞ് ഞാനും ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച്, നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഫോൺ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് മെഡിക്കൽ ചെയ്യാനുള്ളത് വരികയും അതുപോലെ തന്നെ എനിക്ക് വിസ 4 ആഴ്ച, കൃത്യം 4 ആഴ്ച അവർ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ഡേറ്റിൽ തന്നെ എനിക്ക് എൻ്റെ വിസ കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് അക്കോമഡേഷൻ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് എവിടെ ഒരു അക്കോമഡേഷൻ കിട്ടില്ല. ആദ്യം പറഞ്ഞത് എന്നെ സ്പോൺസർ ചെയ്യുന്ന എനിക്ക് അക്കോമഡേഷൻ തരാമെന്ന് പറഞ്ഞു. അവർ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്ത് അക്കോമഡേഷൻ കിട്ടുന്നില്ല. ഞാനിവിടെ 2 പ്രാവശ്യം അച്ഛനെ കാണാൻ വന്നു. അച്ഛനെ കാണാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര നിരാശയായി. ഞാൻ തിരിച്ചു പോന്നു. അച്ഛനിവിടെ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നിട്ട് ചോദിച്ചു, എന്നാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോട്ടെ. ഇനിയിപ്പോൾ ഞാൻ സാക്ഷ്യം പറയാത്തതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ എനിക്ക് കിട്ടാത്തതെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഇല്ല, ടിക്കറ്റ് ഇല്ലാതെ നിനക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് മാതാവിൻ്റെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അവിടെ നിന്ന് മാതാവേ ഈ ജൂണിൽ ഇനി ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ ഈ മാസം അവസാനിക്കാനായിട്ട്, എനിക്ക് സാക്ഷ്യം പറഞ്ഞേ പറ്റൂ. എനിക്ക് ജൂലൈയിൽ പോകണം. എനിക്ക് ഈ ഒരാഴ്ച കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം, ഇവിടെ വന്ന് പറയണം. അതിന് മാതാവിനെ എനിക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് അവിടെയുള്ളൊരു ഓസ്ട്രേലിയൻ ഗ്രൂപ്പിൽ നിന്ന് ഒരു ചേട്ടൻ എനിക്ക് അക്കോമഡേഷൻ ശരിയാക്കി തരികയും എല്ലാം പെട്ടെന്നായിരുന്നു. നിമിഷ നേരം കൊണ്ട് എനിക്ക് അക്കോമഡേഷൻ എല്ലാം ശരിയാവുകയും അതിനെ തുടർന്ന് ഞാൻ ജൂലൈ 6 വെളുപ്പിന് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്.
ഇതിനകത്ത് ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഫ്രീ ഫുഡ് കിട്ടുമായിരുന്നു. അതും മാതാവിൻ്റെ ഒരു വലിയ കാരുണ്യം തന്നെയാണ്. അങ്ങനെ എല്ലാവർക്കും ഫ്രീ ഫുഡൊന്നും കിട്ടില്ല, പക്ഷേ എനിക്ക് ഫ്രീ ഫുഡ് കിട്ടുകയും അതുപോലെ തന്നെ ഞാനത് നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഫുഡുകളാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഫുഡുകളൊന്നും നമ്മൾ കഴിക്കുകയില്ല. അപ്പോൾ അത് വേസ്റ്റ് ആക്കാതെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് മാതാവ് തന്ന അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതങ്ങനെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എന്നും പള്ളിയിൽ പോവുമായിരുന്നു, അവിടെ പള്ളിയിൽ പോവുമായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് റോസറി അവിടെ ഉണ്ടായിരുന്നു. അവിടെ എപ്പോഴും പ്രയറിന് മുമ്പ് ഇംഗ്ലീഷ് റോസറി ഉണ്ടായിരുന്നു, അതിന് കൂടുകയും അതുപോലെ മാതാവിൻ്റെ നൊവേന ഉണ്ടായിരുന്നു, അതിന് കൂടുകയും അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ചെയ്യായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പത്രം മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ ഇംഗ്ലീഷുകാർക്ക് തന്നെയാണ് കൊടുത്തത്. മലയാളികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കൊടുത്തില്ല. കാരണം അവരെല്ലാവർക്കും കൃപാസനത്തിൽ വരാനായിട്ട് ഒരു അവസരം കിട്ടുന്നതാണ്. അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, കൃപാസനം എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട്, അവിടെ അങ്ങനെ പോകണം എന്ന് പറഞ്ഞ് പത്രം കാണിച്ചെല്ലാം മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ ഞാൻ ഇംഗ്ലീഷുകാർക്കാണ് കൊടുത്തത്. കാരണം അവരിത് അറിയാനായിട്ട്, ഒരു മാതാവിനെ അറിയാനായിട്ട് വേറൊരു വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിന് അവിടെ വെച്ച് ബാങ്കിൽ അക്കൗണ്ട് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനും അവളോട് ബാങ്കിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് അക്കൗണ്ട് എത്രയും പെട്ടെന്ന് അവിടുത്തെ ശരിയായി കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് പിന്നെ ചെയ്ത് ഫീസ് അടയ്ക്കാനായിട്ട് ചിലവർക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അവിടുത്തെ അക്കൗണ്ട് വെച്ച്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഫീസ് അടയ്ക്കാനായിട്ട് പൈസ കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവൃത്തിയും. പിന്നെ ഞാൻ ബൈബിൾ വചനം, അതുപോലെ തന്നെ അച്ഛൻ്റെ ടോക്സ്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റാറ്റസ് ഇടായിരുന്നു, ഷെയർ ചെയ്യായിരുന്നു, ഇതൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ എല്ലാവരോടും പറയാമായിരുന്നു, കൃപാസനത്തിൽ പോകും, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും, കൃപാസനത്തിൽ പോകും, അല്ലെങ്കിൽ പ്രാർത്ഥിക്ക്, മാതാവ് കൈ വിടില്ല, നിങ്ങളൊന്ന് ഉടമ്പടി എടുക്കുക, ഉടമ്പടി എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, എനിക്ക് ഉടമ്പടി എടുത്തപ്പോഴാണ് ശരിയായത്, നിങ്ങൾ എടുക്കുക, അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. പ്രധാനമായിട്ടും പറയാനുള്ളത് മോള് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എൻ്റേതായിട്ട് പറയാനുള്ളത്, ഞാനിവിടെ ഏറ്റവും ആദ്യം വന്ന് ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ കയ്യിലൊരു അരിമ്പാറ ഉണ്ടായിരുന്നു. അത് ഏറ്റവും ആദ്യം മോളാണ് ഉടമ്പടി എടുത്തത്. മോളുടെ തൈലം പുരട്ടിയാണ് എൻ്റെ ആ അരിമ്പാറ 3 ദിവസം കഴിഞ്ഞപ്പോഴേ, കറക്റ്റ് 3-ാമത്തെ ദിവസം അത് അപ്രത്യക്ഷമായി. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു. ഓരോ ദിവസവും ഞാൻ ചെത്തിക്കളഞ്ഞിട്ട് എന്തെങ്കിലും മരുന്ന് പറ്റും, അത് പിറ്റേ ദിവസം അതിലേറെ വലുതായി വരുമായിരുന്നു. അങ്ങനെ എനിക്കത് 3-ാമത്തെ ദിവസം തന്നെ ഞാൻ അറിയാതെ അത് മാഞ്ഞു പോയി. പിന്നീട് പറയാനുള്ളത്, ഞാൻ 4 പ്രാവശ്യം എനിക്ക് ആക്സിഡൻറ്റ് വന്നു. 2 പ്രാവശ്യം റോഡ് ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ അതിൽ നിന്നും മാതാവ് എന്നെ സംരക്ഷിച്ചു. പിന്നീട് ഞാൻ തെന്നി വീഴുകയായിരുന്നു. അതും വല്ലാത്തൊരു വീഴ്ചയായിരുന്നു. മോൾ ഓടി വന്നിട്ട് പോലും അവർക്ക് പോലും മിണ്ടാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ മോളോട് ഞാൻ പറഞ്ഞ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ഞാൻ തന്നെ ചൊല്ലി, ഞാൻ എൻ്റെ തലയിൽ പുരട്ടി. പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് അടിച്ചു എനിക്ക്. ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴായിരുന്നു ഇലക്ട്രിക് ഷോക്ക് അടിച്ചത്. പക്ഷേ എൻ്റെ കൈ എടുത്ത് എറിഞ്ഞതല്ലാണ്ട് ഞാൻ അവിടെ നിന്നൊന്ന് തെന്നി മാറിയെങ്കിൽ പിന്നത്തെ അവസ്ഥ ഭയങ്കരമായിരുന്നു. പക്ഷേ ഇത് മാതാവ് രക്ഷിച്ചതാണെന്ന് എങ്ങനെ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എല്ലാ ആക്സിഡൻറ്റ് വരുമ്പോഴും എനിക്ക് നല്ലോണം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു. മാതാവ് എപ്പോഴും എൻ്റെ അടുത്ത് വരുമ്പോഴും മുല്ലപ്പൂവിൻ്റെ നല്ല സുഗന്ധം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നീട് ഞങ്ങളുടെ വീട്ടിൽ ഈ ഓലവണ്ടെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഭയങ്കരമായിട്ട് ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു സാക്ഷ്യത്തിൽ ഞാൻ അന്നേരം കേട്ടായിരുന്നു, ഉപ്പ് വെതറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നത്. ഞാൻ പ്രാർത്ഥിച്ച് വീടിൻ്റെ ചുറ്റും ഉപ്പിട്ട് പിന്നീട് ഒരിക്കലും അതിൻ്റെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് വലിയ കാര്യമാണോ എന്ന് ചോദിക്കും. പക്ഷേ അത് അറിയണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ ആ വണ്ടിൻ്റെ ഉപദ്രവം അറിയുമ്പോഴാണ് നമ്മളതിൽ നിന്ന് എത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആണെന്ന് അറിയണത്. അവർ വണ്ട് പോകാനായിട്ട് മരുന്നടിച്ച് കഴിഞ്ഞാൽ അവർ അടിച്ചു കൂട്ടിയ വണ്ട് 2 കൊട്ട വണ്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നുപോലും ഞങ്ങളുടെ വീട്ടിലേക്ക് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു വണ്ട് പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ല. പിന്നെ എപ്പോഴും മക്കൾ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഞാൻ അവരുടെ വണ്ടിയിലും അവരെ ഉടമ്പടി തൈലം തേച്ച് മാത്രമാണ് ഞാൻ വിടുന്നത്.
കഴിഞ്ഞ 25/6 അവർക്ക് സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായി. സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് രണ്ടുപേരും വീണു. വണ്ടിക്കോ അവർക്കോ ഒരു പോറൽ പോലും പറ്റാതെ ഞങ്ങളെ സംരക്ഷിച്ചു. അതുപോലെ തന്നെ പത്രവിതരണം ചെയ്യുന്നത്, അത് ജോസഫച്ചൻ എപ്പോഴും പറയാറുണ്ട്, അത് മാതാവിൻ്റെ കൈയാണെന്ന്. അത് ഉറപ്പായിട്ടും മാതാവിൻ്റെ കൈ തന്നെയാണ്. അതെന്നാന്ന് വെച്ചാൽ, ന്യൂസിലൻഡിൽ എൻ്റെ മോക്ക് രജിസ്ട്രേഷൻ കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് 3 കെട്ട് പത്രം വാങ്ങിക്കൊണ്ട് പോയി. 3 കെട്ട് പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ട് ഞാൻ തൃപ്പൂണിത്തുറ സ്റ്റാൻഡിൽ കൂടെ നടന്നാണ് കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് പത്രം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മോളുടെ വിളി വന്നു, എനിക്ക് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടിയെന്ന്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ വൈകിയപ്പോഴും മോള് വിളിച്ചു പറഞ്ഞു, ഞാനിവിടെ വന്ന് പത്രം വാങ്ങി 3 കെട്ട് പത്രം വാങ്ങി മൂവാറ്റുപുഴയിൽ നിന്ന് തൊട്ട് ഓരോ സ്റ്റോപ്പിലും ഇറങ്ങി കൊടുത്തു. തൃപ്പൂണിത്തുറ വന്നു, തിരുവാങ്കുളത്ത് വന്ന് പേപ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ബാലൻസ് 4 പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോകാമെന്ന് വെച്ച് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന കുട്ടിക്ക് ഞങ്ങൾ ഇത് കൊടുത്തപ്പോൾ ആ കുട്ടി പറഞ്ഞു, ചേച്ചി ഞാൻ ഉടമ്പടി എടുത്തതാണ്, എന്നാലും തന്നേരേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബാക്കി ബാഗിലേക്ക് വെച്ചപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഇതങ്ങ് കൊടുക്ക് ചേച്ചി എന്നും പറഞ്ഞ് അവൾ നിർബന്ധിച്ച് ആ 3 പത്രോടെ ഞാൻ കൊടുത്തു കഴിഞ്ഞ് അപ്പോഴും മോളുടെ വിളി വന്നു, എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടിയെന്ന്. അപ്പം ഞാൻ ഒരു മാസം ഇവിടുന്ന് 5 കെട്ട് പത്രമെങ്കിലും ഞാൻ വാങ്ങിക്കൊണ്ട് പോകും. അത് ആദ്യമൊക്കെ പള്ളികളിലായിരുന്നു കൊടുക്കണമായിരുന്നേ. പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ട്രെയിൻ യാത്ര ചെയ്യുകയാണെങ്കിൽ ട്രെയിൻ യാത്രയിലൊക്കെ കൊടുക്കും. ഒരു തവണ വൈല ഹബ്ബിൽ ഞാൻ പത്രം കൊടുത്തപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു, ചേച്ചി ഇവിടെ പത്രം കൊടുക്കരുത്. എന്നാന്ന് വെച്ചാൽ അവളിവിടെ ഉടമ്പടി എടുത്തേക്കണം, പത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ ഇട്ടിട്ട് പോകും, പിന്നെ അത് അടിച്ചു വാരി കളയണ്ടേ, അത് എനിക്ക് ഭയങ്കര വിഷമമാണ്, അതുകൊണ്ട് ചേച്ചി വൈല ഹബ്ബിൽ കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂർക്ക് പോയപ്പോൾ ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പത്രം കൊടുക്കാൻ, അപ്പോൾ ഇവർ പറഞ്ഞത് എൻ്റെ മനസ്സിലിങ്ങനെ ഇരിക്കണോണ്ട് ഞാൻ കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടി ഒരു കൊച്ചിനെയും കൊണ്ട് വന്നിട്ട്, മുഖം ഞാൻ കാണുന്നില്ല, തലക്കട തുണി ഇട്ടിട്ടുണ്ട്, വന്നിട്ട് ഒരു പത്രം, വലിയ ഹൈറ്റുള്ളൊരു മനുഷ്യന് പത്രം കൊടുക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ എനിക്കും കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ബാഗിൽ നിന്ന് ആ പത്രം എടുക്കണ സമയം കൊണ്ട് പിന്നീട് ആ പെൺകുട്ടിയെയോ ആ മനുഷ്യരെയോ ഞാൻ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നടന്നു നോക്കി, ഞാൻ കണ്ടില്ല. അപ്പോൾ എൻ്റെ പൂർണ്ണമായ വിശ്വാസം, എൻ്റെ മനസ്സിലുള്ള ധൈര്യം തരാൻ വേണ്ടി പിതാവും പുത്രനും മാതാവും വന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഉടമ്പടി തൈലം ഞങ്ങൾ ഉപയോഗിക്കുന്ന, ഇപ്പം അതിനു മുമ്പ് ഞങ്ങളെപ്പോഴും ഞങ്ങളൊരു മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരായതുകൊണ്ട് എന്ത് വന്നാലും പാരസെറ്റാമോളിൻ്റെ ഒരു ഉപയോഗമായിരുന്നു. പക്ഷേ അത് ദൈവമാതാവിൻ്റെ കരുതൽ കൊണ്ട് അതിൽ നിന്ന് ഞങ്ങൾ സംരക്ഷിച്ചു. ഞങ്ങൾ ഉടമ്പടി തൈലവും ഉപ്പും മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മാതാവ് ഞങ്ങളെ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്ത് ഞങ്ങളെ സംരക്ഷിക്കുന്നു. ദിവസവും രാവിലെ ഞങ്ങൾ 5 മണിയാകുമ്പോൾ എഴുന്നേക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയ ശേഷം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. ഈ ഡെയിലി ബ്രെഡിൽ എൻ്റെ സങ്കടം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അച്ഛൻ അതിനുള്ള പരിഹാരമായിരിക്കും ആശീർവദിക്കുന്നത്. എൻ്റെ ഒരു സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്കത് പരിഹരിച്ച് തരും. അതാണ് നമ്മുടെ ഡെയിലി ബ്രെഡിൻ്റെ പ്രാധാന്യം. അത് എല്ലാവരും കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ഞങ്ങൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്. അതുപോലെ തന്നെ ലിവിങ് ഓറക്കിൾസ് എന്ന് പറഞ്ഞ് ഉള്ളത് എല്ലാ ആഴ്ചയിലും ഞാൻ കാണും. അതിൻ്റെ വിശദീകരണം കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു പ്രത്യേക ഉണർവാണ് നമ്മുടെ ഉടമ്പടി എടുത്തവർക്ക്. പിന്നെ ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ 3 പേരും ഉടമ്പടിയിലുള്ളവരാണ്. ഹസ്ബൻഡ് മാത്രമേ ഉടമ്പടി എടുക്കാത്തതുള്ളൂ. ഞങ്ങൾ ഡെയിലി, ഞങ്ങൾക്ക് ഓർത്തഡോക്സ് വിശ്വാസികളാണെങ്കിലും ഞങ്ങൾക്ക് ഡെയിലി പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിലും അതിൽ ആഴപ്പെടുവാനും കുടുംബമായിട്ട് ജപമാല ചൊല്ലുവാനും ഡെയിലി പള്ളിയിൽ പോവാനും, അല്ലെങ്കിൽ ശനി ഞായറും മാത്രമേ ഞങ്ങൾ പള്ളിയിൽ പോവാറുള്ളായിരുന്നു. ഇപ്പോൾ ഡെയിലി ഞാൻ പള്ളിയിൽ പോവാനായിട്ട് പോവും, ഡെയിലി മാക്സിമം. പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കരുണാലയം എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ പോയി ഞാൻ അവിടുത്തെ
കിടപ്പ് രോഗികളെ കുളിപ്പിച്ച് അവരുടെ റൂം കഴുകി ബാത്റൂമൊക്കെ കഴുകി അവരെ ശുശ്രൂഷിക്കും. അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ മക്കൾക്ക് പറ്റുന്ന സമയങ്ങളിൽ മക്കളും എന്നെ സഹായിക്കാൻ വരാറുണ്ട്. അവിടെ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ കൃപാസന ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അതുവഴി ഭക്ഷണവും വസ്ത്രങ്ങളും അനാഥാലയത്തിലേക്ക് കൊടുക്കാറുണ്ട്. എല്ലാ ആഴ്ചയിൽ തന്നെ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 50-ാം അധ്യായം 22-ാം തിരുവചനം. എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. ബെറ്റ്സി എന്ന ഈ മകളും അമ്മ ബീനയും കൃപാസനം മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ലഭിച്ച ജീവിതാനുഭവങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ബെറ്റ്സി സൂചിപ്പിച്ചത് മകൾക്ക് ന്യൂസിലൻഡിലുള്ള രജിസ്ട്രേഷൻ അത് അമ്മയുടെ തിരുനടയിൽ പ്രാർത്ഥിക്കുകയും സഹോദരിയുടെ അമ്മ 3 കെട്ട് പത്രം ഇവിടുന്ന് പ്രത്യേകമാംവിധം മാതാവിലെ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് അവസാനത്തെ പത്രം കൊടുക്കുമ്പോൾ അത് നേഴ്സിംഗ് രജിസ്ട്രേഷൻ മകൾക്ക് കിട്ടി എന്ന സന്ദേശം മൊബൈലിൽ വന്നതിനെക്കുറിച്ചായിരുന്നു. വീണ്ടും ഓസ്ട്രേലിയൻ നേഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടി പരിശ്രമിക്കുമ്പോഴും അതിൽ വന്ന കാലതാമസത്തിലും വീണ്ടും അമ്മ മാതാവിൻ്റെ അരികിലെത്തി 3 കെട്ട് പത്രം വാങ്ങി അത് ഓരോ ഇടങ്ങളിലേക്കും കൊടുത്ത് വരികയും അവസാനം 3 പത്രം മിച്ചമിരിക്കുമ്പോൾ അതിന് അടുത്ത ദിവസമാവട്ടെ എന്ന മനസ്സുകൊണ്ട് കരുതുമ്പോഴാണ് മറ്റൊരു കുട്ടി ഉടമ്പടി എടുത്തത്. കൂടെ നിന്ന് ഉത്സാഹത്തോടെ അത് കൊടുത്തു തീർക്കുവാൻ വേണ്ടി കൂടെ ചേർന്ന് ഓരോരുത്തർക്കും അത് പറഞ്ഞു കൊടുക്കുകയും കൊടുത്തു തീരുമ്പോൾ തന്നെ മകളുടെ ഓസ്ട്രേലിയൻ നേഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ കാര്യം ശരിയായി കിട്ടിയെന്ന സന്ദേശം അത് മൊബൈലിൽ വന്നതിൻ്റെയും സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. മകൾക്ക് ഇപ്പോൾ അടുത്ത മാസം തന്നെ ഓസ്ട്രേലിയയിൽ ജോലി ലഭിച്ച മകൾ പോകുന്നതിൻ്റെ സന്തോഷവും മകൾ ആദ്യം പങ്കുവയ്ക്കുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. ഓരോ തവണയും അമ്മയുടെ അരികിൽ വന്നാണ് കണ്ണീരോടെ പറയുന്നത്. അമ്മയുടെ കരങ്ങളിലാണ് ജീവിതത്തെ കൊടുക്കുന്നത്. അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഉടമ്പടി ഏറ്റവും വിശ്വസ്തതയിലും എളിമയിലും സന്തോഷത്തിലും ജീവിക്കുവാനാണ് എന്ന് മകള് പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ചില കാലങ്ങളിൽ പ്രതിസന്ധികൾ വരുമ്പോഴും പതറിപ്പോവാതെ കൂടുതൽ ആശ്രയത്വത്തോടുകൂടി എൻ്റെ അമ്മ മാതാവിന് വലിയ കാര്യങ്ങൾ ചെയ്തു തരുവാൻ എന്നെ സഹായിക്കും എന്ന ബുദ്ധിത്തോടും ശരണത്തോടും കൂടി മകൾ ജീവിച്ചതിനെയാണ് മകൾ സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചത്. അമ്മയുടെ വാക്കുകളിൽ നമ്മൾ കേട്ടു. ഉടമ്പടി ജീവിതം എത്ര കണ്ട് ജീവിതത്തിൻ്റെ ആത്മീയ തലങ്ങളെ, കുടുംബ സാഹചര്യങ്ങളെ, വിശ്വാസ ബോധ്യങ്ങളെ വളർത്തുകയും ആഴപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന്. അത് സാധാരണ വിശ്വാസത്തിൽ നിന്നും ഈശോയെ അനുഭവിക്കുന്ന സന്തോഷവും സ്നേഹവുമുള്ള വിശ്വാസത്തിലേക്ക് എങ്ങനെ അമ്മയെയും കുടുംബത്തെയും വളർത്തിയെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് സാധാരണ കണ്ടിരുന്ന ബലിയർപ്പണങ്ങളിൽ എങ്ങനെ അല്പം കൂടി ആഴപ്പെട്ട സ്നേഹത്തോടു കൂടി ഈശോയെ കണ്ടറിയുവാൻ തക്കവിധം പങ്കുചേരുവാൻ സാധിച്ചുവെന്ന് അമ്മ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം പരിശുദ്ധമ്മയുടെ കരങ്ങളായി ലോകം മുഴുവനും നിരന്തരം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കൃപാസനം പത്രം എത്ര ആഗ്രഹത്തോടും എത്ര കണ്ട തിഷ്ഠതയോടും കൂടിയാണ് എപ്പോഴും കൈമാറിക്കൊണ്ടിരിക്കുക. അത് എപ്പോഴും ദൈവാനുഭവങ്ങൾ മാത്രമാണ് ആ പത്രം നിറയെ നമുക്കുള്ളത്. ഈ അൾത്താരയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെയും ഈ കൃപാസനം പത്രത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഓരോ ആഴ്ചയിലും ജോസഫ് അച്ഛനിലൂടെ ദൈവപിതാവ് അമ്മ മാതാവ് ലോകത്തിന് വെളിപ്പെടുത്തുന്ന സന്ദേശങ്ങളെ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കൈമാറിക്കൊണ്ടിരിക്കുന്നു. ദൈവസ്നേഹത്തോടെ ദൈവത്തിൻ്റെ പ്രേക്ഷിതരായി ദൈവത്തിൻ്റെ ലോകമെങ്ങുമുള്ള പ്രേക്ഷിതരായി ജീവിക്കുവാനുള്ള സന്ദേശമാണ് നമുക്ക് ഓരോ കൃപാസനം പത്രവും കൈമാറുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്, ക്രിസ്തുവിൻ്റെ പടയാളിയായി സുവിശേഷവൽക്കരണത്തിൽ ഞാൻ പങ്കുചേരുന്നു. ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ഞാൻ ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുക്കുമെന്ന് ലോകത്തോട് പറയുവാൻ ഞാൻ കാണിക്കുന്ന ഒരു താല്പര്യവും ഒരു സന്നദ്ധതയുമാണ് ദൈവവചനവും ദൈവാനുഭവങ്ങളും നിറഞ്ഞ ഈ കൃപാസനം പത്രം കൈമാറുന്നതിലൂടെ നാം നടത്തുന്ന സുവിശേഷ പ്രവർത്തനം. സഹോദരി അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ എന്നും
ഇവിടെ ഉടമ്പടി എടുത്ത കാലം മുതൽ ഇതിങ്ങനെ കൊടുക്കുവാനായി എന്നും തീഷ്ണത കാണിച്ചിരുന്നു. അതുകൊണ്ട് ചെറുതും വലുതുമായ ഓരോ ജീവിത വിഷയങ്ങളിലും അമ്മ മാതാവിൻ്റെ സംരക്ഷണം, അമ്മ മാതാവിൻ്റെ സഹായം, അത്യാവശ്യ സന്ദർഭങ്ങളിൽ വേഗത്തിൽ വേണ്ട സഹായം അപ്പോൾ തരുന്ന അമ്മയുടെ സാന്നിധ്യം കുടുംബത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോൾ, ദൈവനാമത്തെ പ്രതി ത്യാഗത്തോടെ ജീവിക്കുവാനും ക്ലേശങ്ങൾ ഏറ്റെടുക്കുവാനും തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ വിഷയങ്ങളുടെ മേൽ ആശീർവാദത്തിൻ്റെ കരം വിരിക്കും. അനുഗ്രഹമായി വേഗം നമുക്കത് നേടിത്തരികയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം സന്തോഷത്തോടെ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.